സത്യം പറഞ്ഞ അമ്മയുടെ അനുഭവം പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഞാനൊരു അമ്മ മകനാണ്. എൻ്റെ വളരെ ചെറുപ്രായത്തിൽ എൻ്റെ അച്ഛൻ മരണപ്പെട്ട കാലം തൊട്ട് ഇന്ന് വരെ ഞാൻ എൻ്റെ അമ്മ മകനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അമ്മയുമായിട്ട് ബന്ധപ്പെട്ട അനുഭവം ഉള്ളത്, എനിക്കിപ്പോഴും ബൈക്ക് എടുക്കുമ്പോൾ, ഈ ടൂ വീലർ ഓടിക്കുമ്പോൾ, ഞാൻ കാർ എത്ര വേണേലും ഓടിക്കും, ടൂ വീലർ ഓടിക്കുമ്പം ഏതെങ്കിലും സ്ത്രീകൾ എൻ്റെ പുറയിൽ കയറിയാൽ എൻ്റെ കൈ ഇങ്ങനെ വിറയ്ക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാനിങ്ങനെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഞാനും എൻ്റെ അമ്മയും കൂടി ഇങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ പെട്ടെന്ന് റോഡിലൊരു കട്ടിങ് ഉണ്ടായി. അപ്പോൾ ഈ കട്ടിങ്ങിൽ കയറിയിട്ട് വണ്ടി ഒന്ന് ഷെയ്ക്ക് ചെയ്തു. സ്കിഡായില്ല, വീണില്ല. അപ്പോൾ ഈ ഷെയ്ക്കായപ്പം അമ്മ തെറിച്ച് റോഡിൽ വീണു. അപ്പോൾ ഇതറിയാതെ കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയി. വണ്ടിയുടെ പുറകിൽ നിന്ന് ഒരാൾ തെറിച്ച് പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അറിയില്ല. കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയിട്ട് ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ അമ്മയില്ല. അപ്പോൾ ഞാൻ കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ അമ്മ ഇങ്ങനെ റോഡിലിങ്ങനെ മുഖമാകെ ചോരയിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അമ്മയുടെ ഈ മുഖം കണ്ടിങ്ങനെ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിലാണ് കാണുന്നത്. രാത്രിയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അമ്മയെ ഞാൻ ആശുപത്രി കൊണ്ടുപോകണമല്ലോ. ഇത് കണ്ടിട്ട് ഞാൻ തലയിറങ്ങി വീണു. പിന്നെ ഈ ചോരയെ കുളിച്ചിരിക്കുന്ന അമ്മ എന്നെ ആശുപത്രി കൊണ്ടുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അന്ന് അമ്മയ്ക്കുണ്ടായ പരിക്ക്, ആ പരിക്കിൻ്റെ മുറിവ് അമ്മയുടെ ശരീരത്തിൽ നിന്ന് ഉണങ്ങിയെങ്കിലും എൻ്റെ മനസ്സിൽ നിന്ന് ആ മുറിവ് ഉണങ്ങാത്തതുകൊണ്ട് ഇപ്പോഴും ഈ സ്ത്രീകൾ ആരെങ്കിലും വണ്ടിയിൽ കയറിയില്ല. പുരുഷന്മാർ കയറി എനിക്കൊരു പ്രയാസമില്ല. സ്ത്രീകൾ ആരെങ്കിലും അതും ഈ ഒരു സൈഡിലായിട്ടാണല്ലോ കൂടുതലായിട്ട് ഇവരിയ്ക്കുക. അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ വിറയ്ക്കാറുണ്ട്. പക്ഷെ ആ കാലത്ത് അങ്ങനെ നമുക്കെല്ലാവർക്കും, ഇപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ അനുഭവം പറയുമ്പോൾ ഞാൻ ആ അമ്മയെ കണ്ടിട്ട് പോലുമില്ല ജീവിതത്തിൽ. ഞാൻ കണ്ടു ഫ്രണ്ടിലൊരു ചേച്ചി ഇങ്ങനെ കണ്ണ് തുറയ്ക്കുന്നത് ഞാൻ കണ്ടു. ഞാനിങ്ങനെ എൻ്റെ കണ്ണ് നിറഞ്ഞല്ലോ എന്നുള്ളൊരു ചമ്മലിരിക്കുമ്പോഴാണ് ഫ്രണ്ടിലൊരു ചേച്ചി ഇരുന്നിട്ട് കണ്ണ് നിറയ്ക്കുന്നത് കണ്ടത്. നമ്മുടെയൊക്കെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ, മനസ്സ് നിറയുന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ അമ്മ അത്രമാത്രം പ്രിയപ്പെട്ട ഒരാളാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും നല്ല മൂലയിൽ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന ഒരാളാണ് അമ്മ. നമ്മളെപ്പോഴും അങ്ങനെ പ്രകടനപരത ഒന്നുമില്ലല്ലോ. അമ്മയോട് നമുക്ക് അങ്ങനെ പ്രകടനപരതയൊന്നുമില്ല. നമ്മൾ അമ്മയോടുള്ള സ്നേഹം ഇങ്ങനെ വിളിച്ച് പറയത്തൊന്നുമില്ല. ഞാൻ എൻ്റെ ഫോണിലേക്ക് വരുമ്പോൾ ഏറ്റവും കുറച്ചെടുക്കുന്ന അമ്മയുടെ ഫോണായിരിക്കും. ഇപ്പോൾ പിന്നെ നമ്മൾ കൂടുള്ളവരെയൊക്കെ വിളിക്കും. അപ്പോൾ അങ്ങനെ നമുക്കങ്ങനെ ഇത് ആരോടെങ്കിലും സ്ഥാപിക്കേണ്ടതോ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല. പക്ഷേ ആ ഒരു ബോണ്ടിങ് ഇങ്ങനെ ഭയങ്കരമായിട്ട് നിലനിൽക്കലുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ അമ്മമാരെ കൊല്ലുന്ന മക്കളുണ്ടാകുന്ന കാലമായി കാലം മാറുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകാത്ത, ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. ഈ അടുത്തിടയ്ക്ക് നമ്മൾ വായിച്ച ക്രൂരമായൊരു വാർത്തയുണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ കുടുംബത്തിലെ, അവൻ്റെ വാലായിട്ട് എപ്പോഴും നടക്കുന്ന, ഈ അനിയൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വാലായിട്ട് എപ്പോഴും നടക്കുന്ന ആളാണല്ലോ, എപ്പോഴും അവൻ്റെ വാലായിട്ട് നടക്കുന്ന അനിയൻ ഉൾപ്പെടെ അവൻ്റെ കാമുകി ഉൾപ്പെടെ 6 പേരെ കൊന്നൊരു വാർത്ത വെഞ്ഞാറമൂട്ടിൽ നമ്മൾ വായിച്ചു. അത് നമ്മൾ ഭയങ്കരമായി നടുക്കുകയും ചെയ്തു. കോഴിക്കോട്ട് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ സെൻഡ് ഓഫ് പരിപാടിയിൽ പരസ്പരം ഉണ്ടായ സംഘർഷത്തിൽ ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റില്ല, കുട്ടി, അവനെ ഇടിച്ചു കൊന്നു. കൊന്നതിനേക്കാൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്, കൊന്നതിന് ശേഷം ഈ കൊന്നവരുടേതായിട്ടുള്ള, ആ കുട്ടികളുടേതായിട്ടുള്ള വാട്സപ്പ് ചാറ്റുകൾ പുറത്തേക്ക് വരികയാണ്. എൻ്റെ ആ പഞ്ചിലാണ് അവൻ്റെ തലയോട്ടി തകർന്നതെന്നൊക്കെ അഭിമാനത്തോടു കൂടി ഇവർ തമ്മിൽ പറയുകയാണ്. ഇതിനേക്കാളും എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു വാർത്ത നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ പ്രായമായ മുത്തശ്ശനെ കൊന്നതിന് ശേഷം നമ്മൾ ഈ സൈക്കോ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ, ക്രൈം സീരീസുകളിലൊക്കെ കാണുന്നത് പോലെ, ഇവൻ ആ മുത്തശ്ശനെ കൊന്നതിന് ശേഷം ഇവൻ വളരെ കൂളായിട്ട് മൃതശരീരം അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഓംലെറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അമ്മ കോളിംഗ് ബെൽ അടിച്ചിട്ട് കയറി വരുന്നത്. ഒരു കത്തി എടുത്തിട്ട് അവൻ ആ അമ്മയും കൊന്നു. എനിക്ക് ആ മറ്റേത് 6 പേരെ കൊന്നു, മറ്റേതൊരു സംഘം ആളുകൾ കൊന്നു എന്നതിനേക്കാളൊക്കെ എന്നെ വേദനിപ്പിച്ചത്, എന്നെ വിഷമിപ്പിച്ചത്, എന്നെ ചിന്തിപ്പിച്ചത്, എങ്ങനെയാണ് ഒരു മകന് അമ്മയെ കൊല്ലാൻ കഴിയുക, ആ മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. അതിൻ്റെ ലളിതമായ മറുപടിയാണ് ഇവിടെ അച്ഛൻ ദീർഘമായൊരു പ്രസംഗത്തിലൂടെ പറഞ്ഞത്. തമ്മിലൊരിമ്പം ഉണ്ടാകണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേടുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് പഴയ പോലെയല്ല, നമ്മുടെയൊക്കെ ലിക്വിഡ് ക്യാഷ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. പ്രത്യേകിച്ച് മൈലപ്പുറക്കാരുടെയൊക്കെ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. പണ്ട് ഭൂസ്വത്തുകളായിരുന്നു നമ്മുടെ വരുമാനം എന്ന് പറയുന്നത്, കപ്പയും പുഴുക്കൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ കാറായി, വലിയ വീടായി. പക്ഷേ എല്ലാം നേടുമ്പോഴും നമ്മളൊരു ഇമ്പം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുടുംബങ്ങളിൽ. ആ ഇമ്പം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആരാധനാലയങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഇമ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പെരുന്നാളുകളുള്ളത്. ആ ഇമ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വർത്തമാനങ്ങൾ ഉണ്ടാകുന്നത്. ആ ഇമ്പം നന്നായിട്ടുണ്ടാകണം. തമ്മിൽ സംസാരിക്കണം. ഇപ്പോൾ അച്ഛൻ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, വാവും സൂപ്പറും അല്ലേ, താങ്ക് യു ഒക്കെ പറയുക എന്ന് പറഞ്ഞാൽ തമ്മിൽ പറയുക എന്ന് പറയുന്നത് അംഗീകരിക്കുക എന്നുള്ളതാണ്. അതൊന്ന് അഭിനന്ദിക്കുക. ഇപ്പോൾ അമ്മമാരും അച്ഛന്മാരും ഒക്കെ മക്കളെ ഒന്നുകൂടെ ഒക്കെ അംഗീകരിക്കണം. അവരിങ്ങനെ മത്സരത്തിന് വേണ്ടി പറഞ്ഞു വിട്ടാൽ പോരാ. അവരുടെ ചെറിയ നേട്ടങ്ങൾ വരെ ആഘോഷിച്ചിരുന്ന ആളുകളാണ് നിങ്ങൾ. പെട്ടെന്ന് അത് കിട്ടാതെ വരുമ്പോൾ മക്കൾ അസ്വസ്ഥരാകും.
നിങ്ങൾ ഓർക്കുന്നില്ലേ? അവരാദ്യമായി കമന്ന് വീണത് നിങ്ങൾ എത്ര വലിയ വാർത്തയും എത്ര വലിയ ആഘോഷവും അവരെത്രമാത്രം അഭിനന്ദിച്ചതാണ്. ഈ കമന്ന് വീഴുന്നൊരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എഴുന്നേറ്റിരിക്കുന്നുണ്ട്, നമ്മൾ അറിയാത്ത എന്തോ ഒരു പ്രയാസമായിരുന്നല്ലേ. ഇങ്ങനെ ചരിഞ്ഞ് 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 വന്നിട്ട് പിന്നെ നേരെയായി പോകും. പിന്നെ നമ്മൾ വല്ലച്ചാതിലൊന്ന് ചരിഞ്ഞ് 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 വരുമ്പോൾ പിന്നെ നേരെയായി പോകും. ഒരു ദിവസം പുല്ലങ്ങ് നേരെ കമന്നങ്ങ് വീഴും. നമുക്കൊരാശ്വാസം. അമ്മ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിച്ച് അച്ഛനെ വിളിച്ചു പറയും നമ്മൾ കമന്ന് വീണു എന്ന് പറഞ്ഞ അമ്മമാരിപ്പോൾ മക്കൾക്ക് 50-48 മാർക്ക് കിട്ടിയാൽ 2 മാർക്ക് എവിടെയാണെന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇമ്പം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നടക്കുമ്പോൾ അഭിനന്ദിച്ചവരല്ലേ, നമ്മൾ ആദ്യം നടക്കാൻ പഠിച്ചവരല്ല. വല്ലച്ചാതിയിലൊന്ന് എഴുന്നേറ്റ് നിന്ന് പോയി, പലതവണ എഴുന്നേക്കാൻ ശ്രമിച്ചു. ആ എഴുന്നേക്കുന്ന ശ്രമങ്ങൾ അത്രയും പരാജയപ്പെട്ട് മൂടിടിച്ച് വീണ് അപ്പോഴൊന്നും ആ വേദനയിൽ നമ്മൾ പിന്മാറിയില്ല. പിന്നെയും ശ്രമിച്ച് വല്ലച്ചാതിയിൽ ഒരു ദിവസം ഒന്ന് എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റ് നിന്നിട്ടുള്ള പ്രശ്നം, നമ്മൾ ആദ്യം നടന്നല്ല ശീലിച്ചത്, നമ്മൾ ആദ്യം ഓടി ശീലിച്ചവരാ. കാരണം എഴുന്നേറ്റ് നിന്ന് നടക്കണമെങ്കിൽ ബാലൻസ് വേണം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പോയി, ഒരു ശ്രമത്തിൽ എഴുന്നേറ്റ് നിന്നും പോയി, പിന്നെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, വേച്ച് ഓട്ടാണ്. നമ്മുടെ അവസ്ഥ എന്താ? എഴുന്നേറ്റ് നിന്നും പോയി ഇത് ആരെങ്കിലും ഒന്ന് പിടിച്ചിരുത്തിയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അമ്മ അച്ഛനെ വിളിച്ചിട്ട് പറയുകയാണ്, ദേ നമ്മുടെ മോൻ എഴുന്നേറ്റ് നിൽക്കുന്നു, ദേ ഓടുന്നു. ഓടുന്നതല്ല, കാല് ബാലൻസ് ആകട്ടെ വേച്ച് പോകുന്നതാണ്. പിന്നെ ഏതെങ്കിലും ഭിത്തിയിലിടിച്ച് വീഴും. നമ്മൾ പൊത്തോന്നും പറഞ്ഞ് വീഴുമ്പം നമ്മൾ കരയുമ്പം അമ്മ ഭയങ്കര സന്തോഷത്തിൽ ചിരിക്കും. കാരണം എന്താ? അത് വീഴ്ചയിലുള്ള സന്തോഷമല്ല, കുഞ്ഞ് നടക്കുന്നു എന്ന് കണ്ടതിനകത്തുള്ള സന്തോഷം. വലിയ വാർത്തയാക്കി. ആദ്യമായി ഒരു വാക്ക് പറഞ്ഞപ്പോൾ എന്തൊരു വാർത്തയായിരുന്നു. നമ്മളെ അഭിനന്ദിച്ചു. ആ അഭിനന്ദനമൊക്കെ ചുരുങ്ങി നമ്മളിങ്ങനെ പരസ്പരം മത്സരിക്കാൻ മാത്രമായിട്ട് തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്താണ് അച്ഛൻ ഇമ്പത്തെ പറ്റി പറയുന്നത്.